പക്ഷെ ഇന്നലെ 4-ാം തീയതിയായിരുന്നു, ജൂലൈ 4. ജൂലൈ 4-ന്റെ ഈ സവിശേഷമായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ്റെ സമാധി ദിനമായിരുന്നു. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഭീതിയോടെ ഓർമ്മിക്കേണ്ടുന്ന ഒരു സംഭവത്തിൻ്റെ 15-ാം വാർഷികമാണ്. നമ്മുടെ മൂവാറ്റുപുഴയിലെ അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയതിൻ്റെ 15-ാം വാർഷികം. 15 വർഷമായി അല്ലേ? അതെ, അത് നമ്മുടെ മാധ്യമങ്ങളെല്ലാം മറന്നുപോയി, ആരും ഓർത്തില്ല. അങ്ങനെ ഓരോ വർഷവും ഓർമ്മിക്കേണ്ടുന്ന ഒരു ദിവസമാണോ എന്നൊരു മറുചോദ്യം വരാം. ഓർമ്മിക്കേണ്ടുന്ന ദിവസം തന്നെയല്ലേ? കാരണം വേണമെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയം ജൂലൈ 14-നും മുമ്പും പിമ്പും എന്ന തരത്തിൽ വേണമെങ്കിൽ ജൂലൈ 4-നും മുമ്പും പിമ്പും എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇസ്ലാമിക തീവ്രവാദം എത്രത്തോളം ആസുരമായി കേരളത്തിൽ മാറിയിരിക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയതെന്നാണ് എൻ്റെ അഭിപ്രായം. മാഷ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഏറ്റവും ഹീനമായ അരങ്ങേറ്റം തന്നെയായിരുന്നു അത്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു പരിണതിയായിട്ട് കാണുന്നത് ഈ കഴിഞ്ഞ 15 കൊല്ലം 2010 അല്ലേ, 2010-ന് ശേഷമുള്ള ഒരു കാലത്ത് ഒരു പക്ഷേ സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. 2010 ജൂലൈ 4-ന് ശേഷമുള്ള കേരളം, അതിന് മുമ്പുള്ള കേരളം, അത് കൃത്യമായ ബാരിയർ, ഒരു മതിലാണ്, ഒരു ടോക്കണാണ്. പക്ഷേ ഞാൻ അതിനെ കാണുന്നത് മറ്റൊരു തരത്തിലാണ്. അതിന് ശേഷമുള്ള ഈ 10 കൊല്ലം ഇസ്ലാമിക തീവ്രവാദത്തെ കുറെ കൂടി ജാഗ്രതയോടെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അവരെ നിലക്ക് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്, അവരെ അകറ്റി നിർത്തുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നേർക്കുനേരെ പറയാം, SDPI പോലും കൃത്യമായി എക്സ്പോസ്ഡ് ആയതും വെറുക്കപ്പെട്ടതും ആ സംഭവത്തോടു കൂടിയാണ്. ഒരു കാര്യം കൂടി അവർ തന്നെ നെഞ്ചത്ത് കൈവച്ച്, ഞങ്ങൾക്ക് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായി പോയി അത് ഒരു പക്ഷേ ഹിഡൻ അജണ്ട അപ്പോഴും ഉള്ളിലുണ്ടാവും. ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു അജണ്ട ഒരു മറയുമില്ലാതെ പുറത്തു വന്നതോടുകൂടി ഞങ്ങൾ സമൂഹ മധ്യത്തിൽ നഗ്നരാക്കപ്പെട്ടു എന്നൊരു തോന്നൽ അവർക്കും ഉണ്ട്. SDPIക്കാരാണല്ലോ അതിൻ്റെ ഒരു ലേബൽ. എനിക്ക് വേറെ മാഷ് പറഞ്ഞതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം മാഷ് പറഞ്ഞത് മുസ്ലിം സമുദായത്തിൽ വലിയ തോതിൽ ഈ തീവ്രവാദ മനോഭാവമുള്ള ആളുകളോട് പ്രതിഷേധമുണ്ട് എന്ന് പറയുന്നു. ഉണ്ട്, തീർച്ചയായും. പക്ഷേ അത് എവിടെ പ്രകടിപ്പിക്കപ്പെടുന്നു? അത് വലിയ തോതിലുണ്ട് സാർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരിടത്ത് കണ്ടിട്ടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒന്ന് സോഷ്യൽ മീഡിയ ആണ്. പഹൽഗാം ആക്രമണം, കൂട്ടക്കൊല നടന്നു, അതിൻ്റെ താഴെ ചിരിക്കുന്ന ഒരുപാട് ഇമോജികൾ കണ്ടു. എനിക്ക് എത്രയോ മുസ്ലിം സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നവരുണ്ട്. അതിൽ എത്ര പേർ പഹൽഗാമിൽ മതം ചോദിച്ച് ആളുകളെ വെടിവെച്ച് കൊന്നതിനെ അപലപിച്ചുകൊണ്ട് എത്ര മുസ്ലിം സഹോദരങ്ങൾ രംഗത്ത് വന്നു? അല്ല, വലിയ തോതിലുണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു എവിടെ വന്നു? സോഷ്യൽ മീഡിയ കണ്ടില്ല, മുസ്ലിം സംഘടനകൾ വന്നില്ല. അല്ല, മുസ്ലിം സംഘടനകളൊക്കെ തന്നെ പഹൽഗാം കൂട്ടക്കൊലയെ അപലപിക്കാത്ത മുസ്ലിം സംഘടനകൾ ആരാളെ ഇന്ത്യയിൽ? സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കി, ലീഗ് വരെ ഇറക്കി, കുഞ്ഞാലിക്കുട്ടി വരെ ഇറക്കി. ശരിയാണ്. പക്ഷേ ഞാനപ്പോൾ ചോദിക്കുന്നത് ഒരു കാർഡ് വെക്കും, ഒരു മീറ്റർ വെക്കും. ഞാൻ ഒവൈസിയുടെ മീറ്റർ വെക്കും. അത് ഇന്ത്യക്ക് നേരെ നടന്ന ഏറ്റവും നീചമായ ഈ ഭീകരാക്രമണത്തെ, അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂറിനെ, ആദ്യത്തേതിനെ എതിർക്കുകയും രണ്ടാമത്തേതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫണ്ടമെന്റലിസ്റ്റ് എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചിരുന്ന ഒവൈസിയാണ്. അതെ, രണ്ടാമത്തേതിനെ പിന്തുണച്ചു എന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യയിലെ സ്റ്റാൻഡിനെ ആദ്യത്തേതിനെ അപലപിക്കുകയും ചെയ്തില്ലേ? അപലപിക്കുകയും ചെയ്തു. ഒവൈസിക്ക് കറക്റ്റ് അല്ല ആ സ്റ്റാൻഡ്. ഒവൈസിയുടെ സ്റ്റാൻഡ്, ഒവൈസിയെ പോലെ പ്രതികരിച്ച എത്ര പേരുണ്ട് കേരളത്തിൽ? അല്ല, എനിക്ക് തോന്നുന്നു മറിച്ചൊരു നിലപാടൊന്നും കേരളത്തിലെ മുസ്ലിം സംഘടന അല്ല. നിലപാട് അതിനെ എതിർത്തുന്നല്ല, ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്തുന്നല്ല, പഹൽഗാം കൂട്ടക്കൊലയെ സ്വാഗതം ചെയ്തു എന്നല്ല പറയുന്നത്. പക്ഷേ വലിയ തോതിൽ രാജ്യം ഒന്നിച്ച് നിൽക്കേണ്ട സമയത്ത് ഒരുപാട് മുസ്ലിം ശബ്ദമൊന്നും കേട്ടില്ല സാർ. അത് രണ്ട് കാര്യം ഉണ്ടാവും സാർ. ഒന്നിപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം സാറിൻ്റെ അൽഗോരിതമാണ്. സാറ് നിരന്തരമായി കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചാനലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എനിക്കും ഉണ്ടാവും അത് ഇതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. അല്ല, റിയലി അങ്ങനെയാണ് സംഭവിക്കുന്നത്. മറിച്ച് ഇപ്പോൾ അതതിൻ്റെ സ്വഭാവമാണ്. പോൺ സൈറ്റുകൾ കാണുന്നവർക്ക് അത് തന്നെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഒവൈസിയുടെ AIMM അല്ലെ എന്ന് പറയുന്ന സംഘടന ഉയർത്തിയതുപോലെ ശക്തമായും ഉച്ചത്തിലുമുള്ള ശബ്ദം, രോഷം, പ്രതിഷേധം നമ്മുടെ നാട്ടിൽ കേട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് ഒവൈസി പോലും
വലിയൊരു സൂചനയല്ലേ? അതെ, പക്ഷെ അത് ഒവൈസിയുടെ 10-1 നിലപാട് കേരളത്തിൽ ഉണ്ടായില്ല സാർ. അത് പറയണം. അങ്ങനെ പറഞ്ഞുകൂടാട്ടോ. എനിക്ക് ഒരു ഭയവും ഇല്ല. ഇനി ഞാൻ വില പറയാമെന്നേ, ഭയത്തിന്റെ പ്രശ്നമല്ല, അത് വസ്തുതയുടെ പ്രശ്നമാണ്. ഞാൻ പറയുന്ന മഹാഭൂരിപക്ഷം ആളുകളും ഇതിനെ, ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം സാറ്, ഒരു പക്ഷേ ഒരിക്കലും കണ്ടിരിക്കാൻ ഇടയില്ലാത്ത അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് ഈ സമയത്ത് ഇന്ത്യയുടെ മനസ്സ് പിളർന്നു പോകാതിരിക്കാൻ ഉണ്ടായ ഒരു അനുഗ്രഹം. എന്താ സംഭവം എന്നറിയോ? 2 സംഭവങ്ങൾ, 2 മുസ്ലിങ്ങളുടെ പേര് ഉയർത്തി കാണിച്ചിട്ട്. ഒന്ന്, അതിന്റെ കമാൻഡറായിട്ട് വന്ന വനിതയുണ്ടല്ലോ, ഓപ്പറേഷൻ സിന്ദൂറിൽ എന്തായിരുന്നു അവരുടെ പേര്? സോഫിയ ഖുറൈഷിയുടെ പേര്. 2, ഈ ഭീകരവാദികളെ 26 നമ്മുടെ ടൂറിസ്റ്റുകളെ കൊല്ലാൻ വന്ന ഭീകരവാദികളോട് ഏറ്റുമുട്ടിയിട്ട് ഒരാള്, അവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഗൈഡായി പ്രവർത്തിക്കുന്ന ഒരു കാശ്മീരി മരിച്ചല്ലോ, എന്തായിരുന്നാലുള്ള പേര്? എന്തായാലും ഞാൻ പറയുന്ന ഈ 2 പേരെ ചൂണ്ടിക്കാണി എത്രയോ പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സമയത്ത് പാകിസ്ഥാൻ പിന്തുണക്കുന്ന ഭീകരവാദികൾ വന്ന് ഇസ്ലാമിൻ്റെ പ്രാതിനിധ്യ സ്വഭാവം അവകാശപ്പെട്ടുകൊണ്ട് ഇവിടെ ജാതിയും മതവും ചോദിച്ചിട്ട് ഇസ്ലാം അല്ലാത്തവരെ കൊല്ലാൻ വന്ന സമയത്ത്, പടച്ചോനെ ഞങ്ങളുടെ രാജ്യം തകർന്നു പോകാതിരിക്കാൻ പടച്ചോൻ ഇറക്കി തന്ന 2 പേരാണ് ഈ സമയത്ത്. ഒന്ന് ആലോചിച്ചു, നരേന്ദ്രമോദി വാനോളം നമ്മുടെ പ്രധാനമന്ത്രി, പടച്ചോനല്ല നരേന്ദ്രമോദി ഇറക്കിയാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അത് ദൈവത്തിന് കൊടുക്കുന്നവരുണ്ട് എന്ന് പറയാം. അതും കാണണം കൂട്ടത്തിൽ. അവർ ആത്മാർത്ഥമായിട്ട് അതിന് കാര്യം എന്താ പറയുക സാറേ, സാറിനില്ലാത്തൊരു ആശങ്ക ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. കാരണം കമ്മ്യൂണലായി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയാൽ, അത് മുമ്പൊരിക്കൽ ഇസ്ലാമിന്റെ പേരിൽ ഭീകരവാദികൾ വന്നിട്ട് ഇവിടെ എന്നോട് ഒരാൾ പറഞ്ഞ കഥയാണ്. നമ്മുടെ കളമശ്ശേരിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി. ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ നമ്മുടെ ചാനലിൽ ഒരാൾ പറഞ്ഞു എന്നും പറഞ്ഞു, വേറെ ആൾ പറഞ്ഞു ചാനൽ ചർച്ചയിൽ, ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ അതൊരു മുസ്ലിം ആയിരിക്കരുതേ എന്ന്. പ്രാർത്ഥിക്കില്ല അല്ല എന്ന് ഒരു പ്രമുഖനായ വ്യക്തി ചാനലിൽ പറഞ്ഞു എന്ന് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ ഒരു മറുചോദ്യമുണ്ട്, ദൈവമേ അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കരുത് ക്രിസ്ത്യാനിയും ഹിന്ദുവും പ്രാർത്ഥിച്ചില്ല, എന്തുകൊണ്ട് മുസ്ലിം മാത്രം ആശങ്കയുണ്ട് സാർ? ആശങ്കയ്ക്ക് എന്താ കാരണം? എന്താ സംശയമുള്ളത്? ലോകത്തിന്റെ തെരുവുകളിൽ പൊട്ടിത്തെറിക്കുന്ന ഭീകരവാദി ഇസ്ലാമാണ് എന്ന ബോധ്യം അവർക്കുണ്ട്. അത് പറയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അത് തന്നെയാണ് എനിക്കെന്താ സംശയമില്ലാത്തത്. യാതൊരു തർക്കവുമില്ലല്ലോ. ലോകത്തിൽ ഇസ്ലാം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നിരപരാധികളെ കൊല്ലുന്ന ഒന്നാണ് എൻ്റെ ഇസ്ലാമെങ്കിൽ അത് എനിക്ക് അപമാനകരമാണ് സർ. ആ കമ്മ്യൂണിറ്റി പറഞ്ഞ എല്ലാവർക്കും അപമാനകരമാണ്. അത് കേരളത്തിൽ ഈ പറയുന്ന തീവ്രവാദ നിലപാടുകളോട്, തീവ്രവാദം എന്നാൽ തോക്കെടുത്തുള്ള തീവ്രവാദം മാത്രമല്ല, ബോംബ് വെക്കുന്ന അപകടം പിടിച്ചതാണ്. ആ ആശയങ്ങളെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി അതിശക്തമായി എതിർക്കുന്നുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം അവർ എടുക്കുന്നത്, ഞാൻ പറയുന്നത് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ നിശബ്ദത അതാണ് ഈ ഭീകരവാദികളെക്കാളും എന്നെ ഭയപ്പെടുത്തുന്നത്. സ്വകാര്യമായി നിങ്ങൾ പറയുന്നത് ശരിയാണ് കേട്ടോ എന്ന് പറയുന്ന ആളുകളുണ്ട്, ശരിയാണ്, അത് ശരി, നമുക്കൊന്നും ഇതിനോട് യോജിപ്പില്ല. അങ്ങനെ നിശബ്ദമായി മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇതിനെ സംഘടിതമായി ചെറുത്ത് തോൽപ്പിക്കാനുള്ളൊരു നീക്കം നിർഭാഗ്യവശാൽ ഈ ദേശീയ ബോധമുള്ള മുസ്ലിം സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഘടിതമായി ഉണ്ടാവുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട്. ആ ഒരു വാക്ക് ശരിയായിരിക്കും, സംഘടിതമായി ഉണ്ടാകുന്നില്ല. പക്ഷെ പലപ്പോഴും അതിന് ഈ വോയിസ് കിട്ടുന്നില്ല എന്നുള്ളത് ശരിയാണ്. ഈ പറഞ്ഞ ഒരു വാക്കൊക്കെ വളരെ പ്രധാനമാണ്. ദേശത്തിന് വേണ്ടി ചിന്തിക്കുന്ന മുസൽമാൻ, ദേശത്തെ മുസ്ലിങ്ങൾ ലോകത്തിലെ ഏതു രാജ്യത്തെ മുസ്ലിങ്ങളെക്കാളും സുരക്ഷിതരാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് അവർ പേടിക്കുന്നത്. പടച്ചോനെ, ഇവിടെ ഈ കളമശ്ശേരിയിൽ പൊട്ടിച്ചത് ഒരു മുസൽമാനാണെങ്കിൽ ലോകത്തിൻ്റെ കണക്കിൽ എൻ്റെ നാട് കൂടി ചേർക്കപ്പെടുമല്ലോ. പണ്ട് ബസ് കത്തിച്ച നാടാണ് മദനിയുടെ കൂട്ടർ. മാത്രമല്ല, കഴിഞ്ഞ ഇടയ്ക്കാണ് ഞാനൊരു വീഡിയോ കണ്ടത്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു മീറ്റിംഗിൽ ഒരാൾ, കേരളത്തിലെ അവിടെ പ്രധാനപ്പെട്ട ഒരാൾ, എൻ്റെ ആ വീഡിയോ ഉണ്ട്, അദ്ദേഹം പ്രസംഗിക്കുന്നു, ഇസ്ലാമിക ഭരണം വന്നാലേ നമ്മുടെ പ്രാർത്ഥന പോലും ശരിയാവത്തുള്ളൂ. ഇസ്ലാമിക ഭരണം അത് പഴയ പ്രാർത്ഥനയാണ്, അവരുടെ പഴയ പ്രസംഗമാണ്. ജമാഅത്തെ ഇസ്ലാമി അത് വിശ്വസിച്ചിരുന്നു. നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കാൻ പുതിയ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച്. ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയെ തള്ളി പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഒരു ലോക സംഘടനയല്ലേ, അതോ ഓരോ രാജ്യത്തും വേറെ വേറെ ജമാഅത്തെ ഇസ്ലാമി? ഒരേ ആശയമാണ്, ലോകം മുഴുവൻ ഒരേ ആശയമുണ്ട്. പക്ഷെ ഓരോ രാജ്യത്തും ഓരോ പേര്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നിവിടെ ആയിക്കോട്ടെ, ഏതായാലും അവരെ മുന്നോട്ട് നയിക്കുന്ന ആശയം എന്താ? ആശയം ഒന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെയല്ലേ ഭരണഘടനയില്ല, ജനാധിപത്യം ഇല്ല, ഇതെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾക്കെതിരാണ്. അത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണ്. അത് അവർ കറക്റ്റ് ചെയ്യുന്നു, അവർ തിരുത്തുന്നു. അതെങ്ങനെ പറ്റും? ജനാധിപത്യം ഇന്ത്യയിൽ ഞങ്ങൾ അത് തക്കിയാണ്. ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടി, ഞങ്ങളുടെ ഭരണം വരുന്നവരെ ഞങ്ങൾ ഇത് പറയും. ഞങ്ങൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടനയും വേണ്ട, ജനാധിപത്യവും വേണ്ട എന്നവർ പറയുന്നില്ല. പറയും, അവർ ചെയ്യും. ഏറ്റവും ചുരുങ്ങിയത് ചെയ്യും. ബംഗ്ലാദേശിൽ എന്താ കാണിക്കുന്നത്?
അല്ല, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി കടുത്ത തീവ്രവാദ പ്രസ്ഥാനമാണ് സർ. അത് കാശ്മീർ മാഷ് ജമാഅത്തെ രണ്ടും ഇസ്ലാമി പറഞ്ഞു. പക്ഷേ വിഘടനം. മാഷ് പറഞ്ഞു ഇവരെ എല്ലാം നയിക്കുന്ന ഐഡിയോളജി ഒന്നാണ്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് ആ ഐഡിയോളജി ആണെങ്കിൽ ആ ഐഡിയോളജിയാണ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. കാരണം ഇവിടെ അത് പുറത്തെടുക്കാൻ പറ്റുന്ന സാഹചര്യം ആവാത്തത് കൊണ്ട് പതുക്കി വെച്ചിരിക്കുകയാണ്. ആയിരിക്കാം, അത് തന്നെ ആയിരിക്കാം, തന്ത്രമായിരിക്കാം. എങ്കിൽ പോലും വേറെ ഒന്നുണ്ട്. നമ്മൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി, ഇന്നലെ മൗലാന മൗദൂദിക്ക് സിന്ദാബാദ് വിളിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് മൗദൂദിയുടെ വസ്ത്രധാരണ സിദ്ധാന്തത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. മൗദൂദിയുടെ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കും മാഷ് വന്നിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ വൈറ്റ് വാഷ് ചെയ്യുകയാണ്. നെവർ. ഞാൻ പറയുന്നത്രേ ഉള്ളൂ, ജമാഅത്തെ ഇസ്ലാമി മാറാൻ തയ്യാറാണെങ്കിൽ അവരിപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏതൊക്കെ സംഘടന പിരിച്ചുവിടണമെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ സാഹചര്യത്തിന് ചേർന്ന് മാറുന്നു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ മഹത്വമാണ്. അവർക്ക് ഐഡിയോളജി ഒളിച്ചു വെക്കുന്നു. അതിപ്പോൾ ആരാണ് സാറേ മനസ്സിനകത്ത് ഏടുകളിലോ ഐഡിയോളജി ഏടുകളിൽ ഒളിച്ചു വെക്കാത്തവരാര്? സത്യസന്ധമായിട്ട് അല്ല, ഞാനിപ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളെ ആലിംഗനം ചെയ്യുന്നു, എൻ്റെ ഉദ്ദേശം അവനെ കൊല്ലണമെന്നാണ് എന്നെങ്കിൽ ആ ആലിംഗനത്തിന് ആലിംഗനം അല്ലല്ലോ നമ്മൾ ചൂണ്ടിക്കാട്ടില്ല. അങ്ങനെ അവനെ നമുക്ക് അവിശ്വസിക്കാതിരിക്കുക. തൽക്കാലം അത്ര ചെയ്യാൻ പറ്റുള്ളൂ, അവിശ്വസിക്കാതിരിക്കുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അവിശ്വസിക്കാതിരുന്നാൽ എന്റെ തല പോകും സാർ. തൊഴിലാളി വർഗ സർവാധിപത്യം സ്വപ്നം കാണുന്നവന് ജനാധിപത്യം ഉണ്ടോ? ഇല്ല. ഇന്ത്യൻ വിപ്ലവം എന്ന് വിളിക്കുന്നതിനെ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറഞ്ഞാൽ CPM-ന്റെ പരിപാടി, ആ പരിപാടി ജനാധിപത്യം ഇല്ല. ഒറ്റ കാര്യം, ആ പരിപാടി ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ഇന്ന് വരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ അവിശ്വസിക്കണോ? അല്ല, അന്നല്ല. അവർക്ക് അവസരം കിട്ടിയാൽ അവരത് ചെയ്യുമെന്നല്ലേ നമ്മൾ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി എത്ര മാറി എന്ന് പറഞ്ഞാലും അവർക്ക് അവസരം കിട്ടിയാൽ അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു മൈറ്റി പവറിലേക്ക് അവർ വന്നാൽ അവരത് നടപ്പാക്കും. ഞാൻ അതിനെ കുറച്ചുകൂടി ബ്രോഡായിട്ടാണ് കാണുന്നത്. ഇപ്പോ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക എന്ന അജണ്ട ഒരു മൊബിലൈസിങ് ഫാക്ടറാണ്. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുക എന്ന അജണ്ട ഒരു മൊബിലൈസിങ് ഫാക്ടർ. ഹിന്ദു രാഷ്ട്രം ആക്കേണ്ട ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദു രാഷ്ട്രം എന്താണ് ഹിന്ദു രാഷ്ട്രം തുടങ്ങിയത്? അത് മോഹൻ ഭഗവത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ജനിച്ചവരെല്ലാം ഹിന്ദുക്കളാണ്. എന്നോ ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദു രാഷ്ട്രമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. ദൈവത്തിന്റെ ഭരണം ഒരു രാജ്യത്ത് നടപ്പാക്കുന്നതിനെ തിയോളജിക്കൽ സ്റ്റേറ്റ് എന്ന് വിളിക്കാമെങ്കിൽ ലോകാവസാനം വരെ ഇന്ത്യയിൽ ഒരു തിയോളജിക്കും സാധ്യമല്ല ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു മൊബിലൈസിങ് ഫാക്ടർ ഉണ്ടാവും. മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചിട്ട് വോട്ടുണ്ടാക്കാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്ന ഒരു വിദൂര സ്വപ്നം, മിഥ്യയാണത്. അതുപോലെ ഞാനിതിനെ കാണുന്നുള്ളൂ. തൊഴിലാളി വർഗ സർവാധിപത്യം നടപ്പാക്കാൻ യാതൊരു സാധ്യതയുള്ള മണ്ണല്ല ഇന്ത്യൻ ജനാധിപത്യം എന്ന് ഇത് പറയുന്നവർക്കൊക്കെ അറിയാം. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. മൊബിലൈസിങ് ഫാക്ടർ എന്ന നിലക്ക് ആ ആശയത്തെ നമ്മൾ അവരുടെ സ്വപ്നത്തിൻ്റെ സ്വാതന്ത്ര്യമായിട്ട് അംഗീകരിക്കുക. ജമാഅത്തെ ഇസ്ലാമിക്ക് നിങ്ങൾ അത് അനുവദിച്ചു കൊടുത്താളെ. ഞാൻ ജമാഅത്തിന്റെ കടുത്ത വിമർശകനാണ് കേട്ടോ. ജമാഅത്തെ ഇസ്ലാമിനോട് SDPIയോടും ഒക്കെ പൊരുതി തന്നെയാണ് ഞാൻ ഇപ്പോൾ. നമുക്ക് ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസിൽ തിരിച്ചു വരാം. നമ്മുടെ സമയമാവുന്നു. ഏതായാലും ഇന്നത് മതി. എനിക്ക് തോന്നുന്നു ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചൊക്കെ വിശദമായിട്ട് ജോസഫ് മാഷ് സംസാരിക്കാം. അതല്ല, ജോസഫ് മാഷിന്റെ കൈവെട്ടിന് ശേഷം അതിനു മുമ്പുള്ള കേരളത്തിന് വന്ന മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ ആശയപരമായൊരു ചർച്ച TJ ജോസഫ് എന്ന ആരാധ്യനായ മനുഷ്യന്, പോരാളിക്ക്, രക്തസാക്ഷിക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്താൽ മതി. ഇന്നും അതിലപ്പുറം ആവശ്യമില്ല. നന്ദി. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.